റഷ്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമായ ജോർജിയ ഇപ്പോൾ ആകെ പ്രശ്നത്തിലൂടെയാണ് മുന്നോട്ടു പോകുന്നത്. കൃത്യമായി പറഞ്ഞാൽ 2012 മുതൽ അധികാരത്തിലുള്ള ജോർജിയൻ ഡ്രീം പാർട്ടി അവരുടെ പാശ്ചാത്യ അനുകൂല നയങ്ങളിൽ മാറ്റം വരുത്തിയപ്പോൾ മുതൽക്കേ പുകഞ്ഞു തുടങ്ങിയ ആസൂത്രിത പ്രതിഷേധങ്ങളിപ്പോൾ യൂറോപ്യൻ യൂണിയനിൽ ചേരുന്നതിനുള്ള ചർച്ചകൾ താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ നടക്കുന്ന തുടർച്ചയായ പ്രതിഷേധങ്ങളുടെ 5-ാം ദിവസത്തിലും ആളിക്കത്തുകയാണ്. ഒക്ടോബർ 26-ന് നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജോർജിയൻ ഡ്രീമിന്റെ വിവാദ വിജയമാണ് നിലവിലെ പ്രതിഷേധങ്ങൾക്ക് തുടക്കമിടുന്നത്. ഇപ്പോൾ റഷ്യയെ പിന്തുണയ്ക്കുന്നുവെന്ന പേരിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ കണ്ണിലെ കരടാണ് ജോർജിയൻ ഡ്രീം പാർട്ടി. കോടീശ്വരനായ വ്യവസായി ബിറ്റ്സിന ഇവാനിഷ്വിലിയാണ് പാർട്ടിയുടെ നേതാവ്. തലസ്ഥാനമായ ടിബിലിസിയിലെ നിരത്തുകളിൽ ആയിരക്കണക്കിന് പ്രതിഷേധക്കാരാണ് പോലീസുമായി ഏറ്റുമുട്ടിയത്. അതേസമയം പാശ്ചാത്യ അനുകൂല പ്രതിപക്ഷ സഖ്യം ആസൂത്രിതമായ അക്രമം സംഘടിപ്പിക്കുകയാണെന്നാണ് പ്രധാനമന്ത്രി ഇറാക്ലി കൊബാക്കിറ്റ്സെ ആരോപിക്കുന്നത്. ജോർജിയയെ തങ്ങളുടെ സ്വാധീന വലയത്തിനുള്ളിൽ നിർത്താനായി റഷ്യ തെരഞ്ഞെടുപ്പ് തട്ടിപ്പ് നടത്തിയെന്ന ആരോപണമാണ് അവർ ഉന്നയിക്കുന്നത്. എന്നാൽ ജോർജിയയുടെ യൂറോപ്യൻ യൂണിയൻ സംയോജനം സർക്കാർ നിർത്തിവെച്ചുവെന്ന അവകാശവാദം കോബാക്കിറ്റ്സെ നിഷേധിക്കുകയാണുണ്ടായത്. ജോർജിയയുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തം താൽക്കാലികമായി നിർത്തുന്നതായി ശനിയാഴ്ച പ്രഖ്യാപിക്കുകയും യൂറോപ്യൻ യൂണിയൻ പ്രവേശന ചർച്ചകൾ നിർത്തിവെക്കാനുള്ള തീരുമാനത്തെ അപലപിക്കുകയും ചെയ്ത അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വിമർശനം അദ്ദേഹം തള്ളിക്കളഞ്ഞു. എന്നാൽ ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടവുമായി ചർച്ച ചെയ്ത് നിലവിലെ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്തുമെന്നാണ് ജോർജിയൻ പ്രധാനമന്ത്രി അവകാശപ്പെടുന്നത്. ഇതിനിടെ ജോർജിയയിൽ കാനഡ നടത്തുന്ന നീക്കങ്ങളും ഏറെ ശ്രദ്ധേയമാണ്. ജോർജിയയിൽ റഷ്യ നടത്താൻ ഉദ്ദേശിക്കുന്ന ഇടപെടൽ എന്താണെന്നതിൽ ആശങ്കയുണ്ടെന്നാണ് ലിത്വാനിയ, ലാത്വിയ, എസ്തോണിയ എന്നീ രാജ്യങ്ങളുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടത്തിയ പത്രസമ്മേളനത്തിൽ കനേഡിയൻ വിദേശകാര്യമന്ത്രി മെലനി ജോളി പറഞ്ഞത്. ജോർജിയയിലെ നിയമാനുസൃതമായ പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്നതിൽ പങ്കെടുക്കുന്നവർക്കെതിരെ ദേശീയ ഉപരോധം ഏർപ്പെടുത്തുമെന്നാണ് ലിത്വാനിയ, ലാത്വിയ, എസ്തോണിയ എന്നീ ബാൾട്ടിക് രാജ്യങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സമാന നീക്കത്തിന് തന്നെയാണ് കാനഡയും തയ്യാറെടുക്കുന്നത്. യുക്രൈൻ റഷ്യ സംഘർഷം ആരംഭിച്ചപ്പോൾ മുതൽക്കേ ഭയപ്പാടിലാണ് എസ്തോണിയ, ലാത്വിയ, ലിത്വാനിയ എന്നീ ബാൾട്ടിക് രാജ്യങ്ങളും പോളണ്ടും. റഷ്യയുമായി അതിർത്തി പങ്കിടുന്ന ബാൾട്ടിക് രാജ്യങ്ങൾ മുൻ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്നു. യുക്രൈന് ശേഷം തങ്ങളാകുമോ റഷ്യയുടെ ലക്ഷ്യമെന്നും ഇവർ ഭയക്കുന്നു. മാത്രമല്ല, ഒട്ടേറെ റഷ്യൻ ന്യൂനപക്ഷക്കാർ ഈ രാജ്യങ്ങളിലുണ്ട്. 2004-ൽ ബാൾട്ടിക് രാജ്യങ്ങൾ നാറ്റോയിൽ ചേർന്ന് അമേരിക്കയുടെയും പാശ്ചാത്യ സഖ്യത്തിന്റെയും ഭാഗമായി. റഷ്യൻ അതിർത്തിയിലുള്ള പോളണ്ടും സമാന അധിനിവേശം ഭയക്കുന്നുണ്ട്.